ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന +2 പ്രധാനപ്പെട്ട ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടാണ്. ഓക്കെ, ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ക്രിപ്ഷന് ശേഷമുള്ള ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം. Khorana and his colleagues synthesized an RNA molecule with repeating sequence Ag nitrogenous bases. It produced a tetrapeptide with alternating sequence of arginine and glutamic acid. It proves that the codon for arginine and glutamic acid are. Okay, ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ ജനറ്റിക് കോഡ് കണ്ടുപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്കറിയാം ഹർഗോവിന്ദ് ഖൊറാന എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഒരു കെമിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ജനറ്റിക് കോഡ് ട്രിപ്ലറ്റ് ആണെന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു എക്സ്പെരിമെന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി നമുക്കൊരു കെമിക്കൽ മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് തരുന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ടെക്നിക്ക് അനുസരിച്ച് ഇവിടെ പറയുന്നത് അഡിനിനും ഗ്വാനിനും വരുന്ന നൈട്രോജനസ് ബേസ് വരുന്ന റിപ്പീറ്റിംഗ് സീക്വൻസിൽ AG എന്ന് ഇങ്ങനെ കോപോളിമറസ് വരുന്ന ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്തു. ആ mRNA 2 അമിനോ ആസിഡ്സ് ആണ് ആ mRNA യിൽ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് അർജനൈനും മറ്റൊന്ന് ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ഒന്ന് അർജനൈന് മറ്റൊന്ന് ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ചോദിക്കുന്ന കാര്യം ഇതാണ്. അപ്പോൾ ഇങ്ങനെ അർജനൈനും ഗ്ലൂട്ടാമിക് ആസിഡും ഉണ്ടാകുകയാണെങ്കിൽ ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ദ കോഡോൺ ഫോർ അർജനൈൻ ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ആണ്. അർജനൈൻ്റെയും ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെയും കോഡോൺസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ മൊത്തം എത്ര ബേസസ് ആണ് കൊടുത്തിരിക്കുന്നത്? അഡനിനും ഗ്വാനിനും. ഓക്കെ, അത് 1 2 3 4 5 6 12 അഡനിനും ഉണ്ട്, 12 ഗ്വാനിനും ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് നിന്ന് എത്ര അർജിനാണ് ഉണ്ടായെന്നാണ് പറയുന്നത്? ടെട്രാ പെപ്റ്റൈഡ് ആണ് അല്ലേ. 4 പെപ്റ്റൈഡ്സ് ആണ് ഉണ്ടായിരിക്കുന്നത്. 4 പെപ്റ്റൈഡ്സ് അല്ലേ. 4 പെപ്റ്റൈഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 അമിനോ ആസിഡ് വരികയാണ്. 4 അമിനോ ആസിഡ്. അങ്ങനെ 4 അമിനോ ആസിഡ് വരണമെന്നുണ്ടെങ്കിൽ 12 ബേസിൽ നിന്നും 4 അമിനോ ആസിഡ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അമിനോ ആസിഡിന് എത്ര ബേസ് വെച്ച് വരും? 3 ബേസ് വെച്ച് വരും. വരത്തില്ലേ? അതാണ് ചോദിച്ചിരിക്കുന്നത്. 3 ബേസസ് ചേർന്നിട്ടാണ്, അതായത് ട്രിപ്ലറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കോഡോൺസ് എന്നാണ് പറയുക അല്ലെ. ട്രിപ്ലറ്റ് കോഡോൺ ആണ്. ശ്രദ്ധിച്ച മക്കളെ, അതായത് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അഡനിൻ ഗ്വാനിൻ നൈട്രോജനസ് ബേസ് ചേർത്ത് വെച്ചിട്ട് എന്തുണ്ടാക്കുന്നു? mRNA ഉണ്ടാക്കുന്നു. ആ mRNAയിൽ നിന്ന് കിട്ടുന്ന അമിനോ ആസിഡ്സ് ഏതൊക്കെയാണ്? അർജിനിനും ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് അല്ലെ. അത് എത്ര എണ്ണം കിട്ടിയെന്നാണ് പറയുക? ടെട്രാപെപ്റ്റൈഡ് ആണ്. ടെട്രാപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ എത്ര? 4 എണ്ണം അല്ലെ. അപ്പോൾ 4 എണ്ണം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ബേസിൽ നിന്നും എത്ര എണ്ണം കിട്ടി? 4 എണ്ണം കിട്ടി അല്ലെ. അപ്പം ഒരു അമിനോ ആസിഡ്സിന് എത്ര ബേസ് വേണം? 3 ബേസ് വേണം അല്ലെ. അപ്പോൾ 3 ബേസ് വേണമെങ്കിൽ നമുക്ക് അതിന് എന്ത് കൺസെപ്റ്റ് നമ്മൾ പറയുക? ട്രിപ്ലറ്റ് കോഡോൺ എന്നാണ് നമ്മൾ പറയുക അല്ലെ. ട്രിപ്ലറ്റ് കോഡോൺ. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ AG ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിനകത്ത് ആദ്യത്തെ 3 എണ്ണം വരുമ്പോൾ AGA, ആ 3 ബേസ് ചേർന്ന് ഒരു കോഡോൺ ആവും. പിന്നെ GAG, പിന്നെ AGA, പിന്നെ GAG അല്ലെ. ഇങ്ങനെയാണ് വരിക. മനസ്സിലാകുന്നുണ്ടോ? അപ്പം AGA എന്ന് പറഞ്ഞാൽ എന്താണ്? AG എന്ന് പറഞ്ഞാൽ അർജിനൈൻ. ഓക്കെ, GAG എന്ന് പറഞ്ഞാൽ എന്താണ്? GAG എന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, പിന്നെയും അർജിനൈൻ, പിന്നെയും എന്താണ്? ഗ്ലൂട്ടാമിക് ആസിഡ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ 12 ബേസിൽ നിന്നും നമുക്ക് 4 അമിനോ ആസിഡ്സ് കിട്ടണമെങ്കിൽ നമ്മുടെ ജനറ്റിക് കോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന അർജിൻ്റെ ഗ്ലൂട്ടാമിക് ആസിഡിന്റെ കോഡ് എന്തായിരിക്കും? ട്രിപ്ലറ്റ് ആയിരിക്കും അല്ലെ. ട്രിപ്ലറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് 4 എണ്ണം കിട്ടുക. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മെൻഷൻ 2 ഫംഗ്ഷൻസ് ഓഫ് ദ കോഡോൺ AUG. AUGയുടെ 2 പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതൊക്കെയാണ് AUGയുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്? AUG നമുക്കറിയാം. AUG കോഡ്സ് ഫോർ എന്താണ്? AUG കോഡ്സ് ഫോർ മെത്തിയോണൈൻ അല്ലെ. മെത്തിയോണൈൻ എന്ന് പറയുന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? AUG അല്ലെ. അത് മാത്രമല്ല AUG ആണ് സ്റ്റാർട്ട് കോഡോൺ. AUG ആണ് സ്റ്റാർട്ട് കോഡോൺ. എന്താണ് മക്കളെ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു mRNA എടുക്കുമ്പോൾ ആ mRNAയുടെ ഫസ്റ്റ് ആദ്യം വരുന്ന കോഡോൺസിനെയാണ് നമ്മൾ എന്ന് വിളിക്കാം? സ്റ്റാർട്ട് കോഡോൺസ് എന്ന് വിളിക്കാം അല്ലെ. ഏറ്റവും അവസാനം വരുന്നത് നമ്മൾ സ്റ്റോപ്പ് കോഡോൺസ് എന്ന് വിളിക്കും. നമുക്ക് സ്റ്റാർട്ട് കോഡോൺ ആയിട്ട് എപ്പോഴും വരുന്ന ആരാണ്? AUG ആണ്. AUG ആണ് ഒരു സ്റ്റാർട്ട് കോഡോൺ. അപ്പോൾ സ്റ്റാർട്ട് കോഡോൺ ഇല്ലാതെ ഒരു എന്താണ് ഒരു mRNA നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അതിനെ നമ്മൾ വിളിക്കുന്നത് ട്രാൻസ്ലേഷൻ യൂണിറ്റ് എന്നാണ് വിളിക്കുക. ട്രാൻസ്ലേഷൻ യൂണിറ്റ്. ഓക്കെ, NCERT പറയുന്നത് ട്രാൻസ്ലേഷൻ യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ് ട്രാൻസ്ലേഷൻ യൂണിറ്റിനകത്തുള്ളത്? ഒന്ന് സ്റ്റാർട്ട് കോഡോൺ. സ്റ്റാർട്ട് കോഡോൺ എപ്പോഴും ഏതായിരിക്കും? AUG ആയിരിക്കും സ്റ്റാർട്ട് കോഡോൺ. പിന്നെ എന്താ വരിക? പിന്നെ ഒരു സ്റ്റോപ്പ് കോഡോൺ ഉണ്ടായിരിക്കും അല്ലെ. ദെൻ വി ഹാവ് എ സ്റ്റോപ്പ് കോഡോൺ. ഏതാണ് സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത്? സ്റ്റോപ്പ് കോഡോൺ 3 എണ്ണം ഉണ്ട് കേട്ടോ. ഏതൊക്കെയാണ് മക്കളെ സ്റ്റോപ്പ് കോഡോൺ? നമുക്കറിയാം. ഏതൊക്കെയാണ് 3 സ്റ്റോപ്പ് കോഡോൺസ് എന്ന് പറയുന്നത്? ഒന്ന് UAA, രണ്ടാമത്തേത് UAG,
മൂന്നാമത്തേത് UGA. ഇതിൽ മൂന്നെണ്ണം ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഒരു mRNAക്കകത്ത് സ്റ്റോപ്പ് കോഡോണായിട്ട് ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോപ്പ് കോഡോണായിട്ട് UAA എടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റാർട്ട് കോഡോൺ ഉണ്ട്, ഒരു സ്റ്റോപ്പ് കോഡോൺ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പറയുക കോഡ്സ് ഫോർ പോളിപെപ്റ്റൈഡ്. ഓക്കെ, കോഡ്സ് ഫോർ പോളിപെപ്റ്റൈഡ്, അതായത് പല അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന കോഡോൺസ് ആണ് ഒരു mRNAയുടെ നടുക്കിരിക്കുക. ഇവർ മൂന്ന് പേരും കൂടെ ചേരുന്നത്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഒന്ന് സ്റ്റാർട്ട് കോഡോൺ ഉണ്ട്, രണ്ടാമത്തേത് കോഡ്സ് ഫോർ പോളിപെപ്റ്റൈഡ് ഉണ്ട്, മൂന്നാമത്തേത് സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട് അല്ലേ. ഇത് 5' ഇത് 3' അല്ലേ. ഈ ഒരു mRNAനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ട്രാൻസ്ലേഷൻ യൂണിറ്റ് എന്ന് വിളിക്കുക. ട്രാൻസ്ലേഷൻ യൂണിറ്റ്. ഓക്കെ, ഓർത്തിരുന്നാണ്. നമുക്ക് എക്സാമിന് അങ്ങനെയും ചോദ്യം ചോദിക്കാം. ട്രാൻസ്ലേഷൻ യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം അല്ലേ. എന്തൊക്കെയാണ് ട്രാൻസ്ലേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്? സ്റ്റാർട്ട് കോഡോൺ ഉണ്ട്, കോഡ്സ് ഫോർ പോളിപെപ്റ്റൈഡ് ഉണ്ട്, സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ ഈ സ്റ്റാർട്ട് കോഡോണിൽ നിന്നാണ് എന്ത് തുടങ്ങുക? അമിനോ ആസിഡ് സിന്തസൈസ് അല്ലെങ്കിൽ അമിനോ ആസിഡ് ജോയിൻ ചെയ്ത് പോളിപെപ്റ്റൈഡ് ഒക്കെ ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ AUG തൊട്ടാണ്. എവിടെ അവസാനിക്കും? UAA എന്ന് പറയുന്ന സ്റ്റോപ്പ് കോഡോൺസിൽ അവസാനിക്കും. UAA, UAG, UGA പോലൊക്കെയുള്ള ഈ മൂന്ന് സ്റ്റോപ്പ് കോഡോൺസിനെ നമ്മൾ മറ്റൊരു പേരോട് വിളിക്കും. പറയാമോ? നോൺസെൻസ് കോഡോൺസ് എന്ന് വിളിക്കും അല്ലേ. നോൺസെൻസ് കോഡോൺസ്. നോൺസെൻസ് കോഡോൺസ്. ഇവർക്ക് എന്തില്ല? They does not have amino acid. ഇവർ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റോപ്പ് കോഡോണിന്റെ മറ്റൊരു പ്രത്യേകതയാണ് they does not code for any amino acid. ഓക്കെ, അപ്പോൾ അതോടെ ഓർത്തിരിക്കുക. അപ്പം നോക്കി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മെൻഷൻ 2 functions ഓഫ് AUGയുടെ 2 ഫംഗ്ഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. AUG എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? AUG സ്റ്റാർട്ട് കോഡോണായിട്ട് ആക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ഫംഗ്ഷൻ AUG എന്ന് പറയുന്നത് എന്താണ്? AUG എന്ന് പറയുന്ന ആ ഒരൊറ്റ കോഡോൺ മാത്രമാണ് എന്തിനെ കോഡ് ചെയ്യുക? മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുക. നമുക്കറിയാം ഓരോ കോഡോൺസിനും ഓരോ അമിനോ ആസിഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ന് പറയുന്ന പോലെ AUG എന്ന് പറയുന്നത് മെഥിയോണിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്സിനെ കോഡ് ചെയ്യുന്ന കോഡോണാണ്. ഓക്കെ, അപ്പം വേറൊരു കോഡോണും എന്തിനെ കോഡ് ചെയ്യുന്നില്ല? മെഥിയോണിനെ കോഡ് ചെയ്യുന്നില്ല. അപ്പോൾ മെഥിയോണിൻ വരണമെങ്കിൽ ആര് തന്നെ വരണം? AUG തന്നെ വരണം. അപ്പോൾ ഈ 2 ഫംഗ്ഷൻസ് ആണ് ആർക്കുള്ളത്? AUGക്കുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ദേ ഹാവ് ഡ്യുവൽ ഫംഗ്ഷൻസ് എന്നാണ് ഇൻസൈഡ് പറയുക. ഡ്യുവൽ ഫംഗ്ഷൻസ്. ഓക്കെ, ഡ്യുവൽ ഫംഗ്ഷൻ കാണിക്കുന്ന ഒരു മോളിക്യൂൾ ആണ് ആരെന്ന് പറയുന്നത്? AUG. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിച്ച മക്കളെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലാക്ക് ഓപ്രോൺ കൺസിസ്റ്റ് ഓഫ്. ഓക്കെ, ലാക്ക് ഓപ്രോൺ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട് ലാക്ക് ഓപ്രോണിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കുക, only 2 regulatory genes. B നോക്കുക, 2 regulatory gene and 2 structural genes. 1 regulator and 1 structural gene. 1 regulatory gene and 3 structural genes. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. എന്താണ് ഒരു ഓപ്രോൺ എന്ന് പറയുന്നത്? എന്താണ്? വാട്ട് ഈസ് ആൻ ഓപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഓപ്രോൺ? ഓപ്രോൺ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ പ്രോകാരിയോട്സിൽ ജീൻ എന്ന് പറയുന്ന എന്ത് ജീൻ എന്നാണ് പഠിച്ചിരിക്കുന്നത്? പോളിസിസ്ട്രോണിക് ജീനാണ്. പോളിസിസ്ട്രോണിക് ജീൻ. ഓക്കെ, എന്താണ് മക്കളെ പോളിസിസ്ട്രോണിക് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഈസ് പോളിസിസ്ട്രോണിക് ജീൻ? നമ്മളോട് എവിടെ നിന്നാണ് ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ DNA-യിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത് നമുക്ക് പറയാം അല്ലേ. ഇനി DNA കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീൻ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ഫ്രം എ ജീൻ. ഒരു ജീനിൽ നിന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുക. ഇനി ജീൻ കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീനെ കോഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ജീനിൻ്റെ അകത്ത് mRNA ഉണ്ടാകുന്ന ഒരു സീക്വൻസ് ഉണ്ട്. mRNA ആണ് എന്തായിട്ട് മാറുന്നത്? mRNA-യിൽ നിന്നാണ് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ജീനിൻ്റെ അകത്ത് mRNA ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ വിളിക്കുക സിസ്ട്രോൺസ് എന്ന് വിളിക്കുക. സിസ്ട്രോൺസ്. ഓക്കെ, ഇനിയും അപ്പോൾ സിസ്ട്രോണിൽ നിന്നാണ് mRNA ഉണ്ടാകുക. സിസ്ട്രോൺസ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയുണ്ട്? മോണോസിസ്ട്രോണിക്കും ഉണ്ട്, പോളിസിസ്ട്രോണിക്കും ഉണ്ട്. ഓക്കെ, എന്താണ് മക്കളെ മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ? മോണോസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിസ്ട്രോൺ, ഇതിപ്പോൾ ഒരു സിസ്ട്രോൺ ആണെന്ന് വിചാരിക്കാം. ഈ സിസ്ട്രോണിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒറ്റ പ്രോട്ടീന് വേണ്ടി മാത്രമുള്ള mRNA ഉണ്ടാകുകയും ആ mRNA സിംഗിൾ പ്രോട്ടീനായിട്ട് മാറുകയും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിസ്ട്രോണിനെ വിളിക്കുന്ന പേരാണ് എന്താണ്? മോണോസിസ്ട്രോണിക്. ഓക്കെ, ഇനി എന്താണ് പോളിസിസ്ട്രോണിക് എന്ന് പറഞ്ഞാൽ? ഒരു സിസ്ട്രോണിനകത്ത് അല്ലെങ്കിൽ ഒരു ജീനിനകത്ത് പല സിസ്ട്രോൺസ് ഉണ്ടാകുക. ഓക്കെ, അവിടെ നിന്നെല്ലാം പലതരത്തിലുള്ള എന്തുണ്ടാകുക? mRNAs ഉണ്ടാകുക. ആ പലതരത്തിലുള്ള mRNAs ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ അതായത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ നിന്ന് തന്നെ ഒന്നിൽ കൂടുതൽ പ്രോട്ടീൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പോളിസിസ്ട്രോണിക് എന്ന് വിളിക്കും അല്ലേ. ഇനി മോണോസിസ്ട്രോണിക് ആരുടെ പ്രത്യേകത? മോണോസിസ്ട്രോണിക് ഇസ് എ ഫീച്ചർ ഓഫ് യൂക്യാരിയോട്സ്. നമ്മുടെ അല്ലേ യൂക്യാരിയോട്സിന്റെ ഫീച്ചറാണ് എന്ന് പറയുന്നത് മോണോസിസ്ട്രോണിക് എന്ന് പറയുന്നത് അല്ലേ. പോളിസിസ്ട്രോണിക് ആരുടെ പ്രത്യേകതയാണ്? പോളിസിസ്ട്രോണിക് എന്ന് പറയുന്നത് പ്രോക്യാരിയോട്സിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കോൺസെപ്റ്റ് ഇതാണ്. പോളിസിസ്ട്രോണിക് ജീൻ എന്താണെന്നുള്ളതാണ്. എന്താണ് മക്കളെ പോളിസിസ്ട്രോണിക് ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഒരു പ്രോട്ടീൻ ഉണ്ടാകുന്ന എവിടെ നിന്നാണ്? നമ്മുടെ എന്താണ് ഇൻഹെറിറ്റൻസിന് കാരണം നമുക്ക് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് തരുന്ന പ്രോട്ടീൻസ് ഉണ്ട്. നമ്മുടെ ഐ കളർ ആവാം, ഹെയറിന്റെ ടോൺ ആകാം അല്ലെ, നമ്മുടെ ഹൈറ്റ് ആകാം, നമ്മുടെ സ്കിൻ കളർ ആകാം. ഇതെല്ലാം തരുന്ന ആരാണ്? ജീൻ സിന്തസൈസ് ചെയ്യുന്ന ചില പ്രോട്ടീൻസ് ആണ് അല്ലെ.
അപ്പോൾ ആ ജീൻ നമ്മൾ പറയാം എവിടെയാ ജീൻ ഇരിക്കുന്ന DNA. അപ്പോൾ നമുക്ക് DNA തൊട്ട് തുടങ്ങാം അല്ലേ. DNA യിൽ നിന്നാണ് ആ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. ആ ഇൻഫർമേഷൻ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്ന ആറിലാണ് DNA-യിലാണ്. കംപ്ലീറ്റ് DNA ആ പ്രോട്ടീൻസ് എന്നുള്ള ഇൻഫർമേഷൻ ആണോ? അല്ല. അത് എവിടെയായിരിക്കുന്നത്? ആ DNA-ക്കകത്തുള്ള ചെറിയൊരു സെഗ്മെന്റ് ആണ് ആരെന്ന് പറയുന്നത് ജീൻ. ഇനി ജീൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പ്രോട്ടീനുള്ള സെഗ്മെന്റ് ആണോ ഇരിക്കുന്നത്? അല്ല. ജീനിനകത്ത് mRNA മാത്രം ഉണ്ടാകുന്ന ചെറിയൊരു സീക്വൻസ് ഉണ്ട്. അതിന്റെ പേരാണ് സിസ്റ്റോൺസ് അല്ലേ. ഈ സിസ്റ്റോൺസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മോണോസിസ്റ്റോണിക്കും മറ്റൊന്ന് പോളിസിസ്റ്റോണിക്കും. എന്താണ് മോണോസിസ്റ്റോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജീനിൽ നിന്ന് ഒറ്റ സിസ്റ്റോൺ മാത്രമുള്ളത് നമ്മൾ എന്ത് വിളിക്കുന്നു? മോണോസിസ്റ്റോണിക് എന്ന് വിളിക്കുന്നു. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു? പോളിസിസ്റ്റോണിക് എന്ന് വിളിക്കുന്നു അല്ലെ. മോണോസിസ്റ്റോണിക് ആരുടെ പ്രത്യേകതയാ? മോണോസിസ്റ്റോണിക് യൂക്യാരിയോട്സിന്റെ പ്രത്യേകതയാണ് അല്ലെ. ഇനിയും പോളിസിസ്റ്റോണിക് പ്രോക്യാരിയോട്സിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ലാക്കോപ്രോൺ എന്ന് പറയുന്നത്? ലാക്കോപ്രോണിലേക്ക് വരുമ്പോൾ ജേക്കബും മൊണാഡും എന്ന് പറയുന്ന രണ്ട് സയന്റിസ്റ്റ്, ജേക്കബ് ആൻഡ് മൊണാഡ്, ഓക്കെ, ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പോളിസിസ്റ്റോണിക് ജീൻ, ഓക്കെ, നമ്മൾ പഠിക്കുന്ന പ്രോക്യാരിയോട്സിലുണ്ട് എന്ന് നമ്മൾ പറയുന്ന പോളിസിസ്റ്റോണിക് ജീൻ. ഓക്കെ, ആ പോളിസിസ്റ്റോണിക് ജീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പല mRNAs ഉണ്ടാവും, അല്ലെങ്കിൽ പല സെഗ്മെന്റ്സ് ഓഫ് mRNA, പല പ്രോട്ടീൻസ് അവിടെ നിന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ഈ പ്രോട്ടീൻസ് എല്ലാം എൻസൈംസ് ആയിരിക്കും. ഓക്കെ, ദീസ് എൻസൈംസ് വിൽ ബി റിലേറ്റഡ് ഇൻ ദ സെയിം ഓർ റിലേറ്റഡ് മെറ്റബോളിക് പാത്ത്. അതായത് ഈ എൻസൈംസ് എല്ലാം ഒരു മെറ്റബോളിക് പാത്വേക്കോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒക്കെ റിലേഷൻ ഉള്ള മെറ്റബോളിക് പാത്വേക്കോ ആവശ്യമായിട്ടുള്ള എൻസൈമുകളായിരിക്കും ഇവിടെ നിന്നുണ്ടാകുക, ഒരു പോളിസിസ്റ്റോണിക് ജീനിൽ നിന്നുണ്ടാവുക. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ ഒരു മെറ്റബോളിക് റിയാക്ഷൻ ആവശ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷൻ ആയിട്ടുള്ളതുമായ എൻസൈംസ് ഫോം ചെയ്യുന്ന ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്രോൺ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഒരു മെറ്റബോളിക് റിയാക്ഷനോ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷനോ ആവശ്യമായിട്ടുള്ള എല്ലാ എൻസൈമുകളും സിന്തസൈസ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ് ഓപ്രോൺ എന്ന് ആര് പറഞ്ഞു? ജേക്കബും മൊണാഡും പറഞ്ഞു. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ പലതരം എൻസൈംസ് ഉണ്ടാവണമെങ്കിൽ ഒബ്വിയസ്ലി അതെന്തായിരിക്കും? അതൊരു പോളിസിസ്റ്റോണിക് ജീൻ ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു, നമ്മൾ ആദ്യം പറഞ്ഞു പോളിസിസ്റ്റോണിക് ജീൻ എന്ന് പറഞ്ഞാൽ ആരുടെ പ്രത്യേകതയാണ്? പ്രോക്യാരിയോട്സിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞില്ലേ. ഈ പോളിസിസ്റ്റോണിക് ജീനിൽ നിന്നുണ്ടാകുന്ന എല്ലാ എൻസൈമുകളും ഒരു മെറ്റബോളിക് റിയാക്ഷനെയോ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷനെയോ സഹായിക്കുന്നതാണ് എന്നാണ് ഏത് കോൺസെപ്റ്റ് പറയുക? ഓപ്പറോൺ കോൺസെപ്റ്റ് പറയുക. ക്ലിയർ ആയോ? അപ്പൊ ഇനി നോക്കാം. ഒരു ഓപ്പറോണിന് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഓക്കെ, രണ്ട് ഭാഗങ്ങൾ. ഒന്നെന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി ജീനാണ്. ഫസ്റ്റ് വൺ ഈസ് എ റെഗുലേറ്ററി ജീൻ. ഓക്കെ, റെഗുലേറ്ററി ജീൻ ഒരു റെഗുലേറ്ററി, ഇതിൻ്റെ എല്ലാം ഈ ജീനുകളുടെ എല്ലാ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഗുലേറ്ററി ജീൻ ഉണ്ടാവും. പിന്നെ എന്തുണ്ടായിരിക്കും? പിന്നെ ഒരു സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടാവും. പിന്നെ വി ക്യാൻ സീ ദ സ്ട്രക്ചറൽ ജീൻസ്. ഓക്കെ, സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രക്ചർ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻസ് ഉണ്ടാകുന്ന റീജിയനുകളെയാണ് നമ്മൾ സ്ട്രക്ചറൽ ജീൻസ് എന്ന് വിളിക്കുക. ഓക്കെ, സ്ട്രക്ചറൽ ജീൻസ്. ബാക്കിയൊക്കെയോ റെഗുലേറ്ററി ജീൻസ് എന്ന് പറഞ്ഞാലോ സ്ട്രക്ചറൽ ജീനുകളെ കൺട്രോൾ ചെയ്യുന്ന റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുക? റെഗുലേറ്ററി ജീൻസ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പം നോക്കാം, നമുക്കൊരു ഓപ്രോണിലേക്ക് വരുമ്പോൾ ഇനി നോക്കാം എന്താണ് ഇനി റെഗുലേറ്ററി ജീൻ എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലേറ്ററി ജീനിൽ നിന്നും ഒരു പ്രോട്ടീൻ ഉണ്ടാവും. ഓക്കെ, ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്ന ആ ജീൻ, അതെന്ന് പറയുന്നത് എന്ത് ജീനാണ് നമ്മൾ പഠിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീനാണ്. കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്താണ് മക്കളെ? കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രോട്ടീൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീനുകളെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്ന് വിളിക്കുക. മനസ്സിലായോ? അതായത് നമുക്കറിയാം എല്ലാ ജീനുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡി പല ജീനുകളെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ജീനുകളുണ്ട്. ഓക്കെ, എൻവയോൺമെന്റ് കണ്ടീഷൻസിനനുസരിച്ച്, മെറ്റബോളിക് കണ്ടീഷൻസിനനുസരിച്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ജീനുകളെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത ജീനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മുടെ ഓപ്രോണ് കാണുന്ന റെഗുലേറ്ററി ജീൻ എന്ന് പറയുന്നത് എന്ത് ജീനാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീനാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മനസ്സിലായോ? അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനകത്തുനിന്ന് കണ്ടിന്യൂസ് ആയിട്ട് mRNA ഉണ്ടാവും. ആ mRNA കണ്ടിന്യൂസ് ആയിട്ട് എന്തായിട്ട് മാറും? പ്രോട്ടീനായിട്ട് മാറും. ഈ പ്രോട്ടീനാണ് ആരെ റെഗുലേറ്റ് ചെയ്യുക? നമ്മുടെ സ്ട്രക്ചറൽ ജീനിനെ റെഗുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഉണ്ടാകുന്ന പ്രോട്ടീൻ നമുക്ക് എന്ത് വിളിക്കാം? റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് വിളിക്കാം. റെഗുലേറ്ററി പ്രോട്ടീൻസ്. ഓക്കെ, ഈ റെഗുലേറ്ററി പ്രോട്ടീൻസ് രണ്ട് തരത്തിലുണ്ട്. ശ്രദ്ധിച്ച മക്കളെ, റെഗുലേറ്ററി പ്രോട്ടീൻസ് രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ് രണ്ട് തരത്തിലുള്ള റെഗുലേറ്ററി പ്രോട്ടീൻസ്? ഒന്ന് നമുക്ക് പറയാം, ഫസ്റ്റ് വൺ ഈസ് ആൻ ആക്ടിവേറ്റർ. എന്താണ് മക്കളെ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെഗുലേറ്ററി പ്രോട്ടീൻസ് സ്ട്രക്ചറൽ ജീനിന്റെ ആക്ടിവിറ്റിനെ എന്ത് ചെയ്യാം? പ്രൊമോട്ട് ചെയ്യാം. അതിന്റെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ഫംഗ്ഷനിലാണ്. അങ്ങനെ പോസിറ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യാം. ഓക്കെ, അപ്പം റെഗുലേറ്ററി പ്രോട്ടീൻസ് പോസിറ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യുകയാണ് നമുക്ക് എന്ത് വിളിക്കാം? ആക്ടിവേറ്റർ എന്ന് വിളിക്കാം. നേരെ തിരിച്ച് നമുക്ക് പറയാം, ഒരു റെഗുലേറ്ററി പ്രോട്ടീൻ ബാക്കി സ്ട്രക്ചറൽ ജീനിന്റെ എക്സ്പ്രഷനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ, സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുന്നതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ആ റെഗുലേറ്ററി പ്രോട്ടീൻ ആക്ടിവേറ്റർ എന്ന് വിളിക്കാം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു റെഗുലേഷൻ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് റെഗുലേഷൻ എന്ന് വിളിക്കാം. മനസ്സിലായോ? അതേസമയം
നമ്മുടെ റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? റിപ്രസർ ആയിട്ട് ആക്ട് ചെയ്യും. റിപ്രസർ. ഓക്കെ, ചില ഓപ്രോണുകളിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? റിപ്രസർ ആയിട്ട് ആക്ട് ചെയ്യും. എന്താണ് റിപ്രസർ എന്ന് പറഞ്ഞാൽ? റെഗുലേറ്ററി പ്രോട്ടീൻസ് എവിടെ പോയി ബൈൻഡ് ചെയ്യും? നമ്മുടെ ഓപ്പറേറ്ററിലൊക്കെ പോയി ബൈൻഡ് ചെയ്ത് സ്ട്രക്ചറൽ ജീനെ അവർ എന്ത് ചെയ്യും? സ്ട്രക്ചറൽ ജീനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. സ്ട്രക്ചറൽ ജീൻ്റെ എക്സ്പ്രഷനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് റെഗുലേഷൻ അല്ലേ മക്കളെ? അതുകൊണ്ട് നമുക്ക് അതിനെ എന്ത് വിളിക്കാം? റിപ്രസർ എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? അപ്പം റെഗുലേറ്ററി പ്രോട്ടീൻസ് എന്ന് പറയുന്നത്, റെഗുലേറ്ററി ജീൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അതൊരു കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീനാണ്. They will continuously synthesize proteins. ആ സിന്തസൈസ് ചെയ്യുന്ന പ്രോട്ടീൻസ് രണ്ട് തരത്തിലുള്ള ബിഹേവിയർ ആണ് കാണിക്കുക അല്ലേ? ഇപ്പൊ നമുക്ക് തന്നെ ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, രണ്ട് രീതിയിൽ ബിഹേവ് ചെയ്യുന്നവരുണ്ട് അല്ലേ? ചിലർ നമ്മൾ കാണുമ്പോഴേ പറയും പോസിറ്റീവ് ആയിട്ട് ഓടി വാ എന്ന് പറയും അല്ലേ? കാരണം അവരുമായിട്ടുള്ള റിലേഷൻ നമുക്ക് അത്ര ഇതായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അപ്പൊ നമ്മൾ അവരെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ വരുന്ന റിലേറ്റീവ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്. ചില നമുക്ക് നെഗറ്റീവ് ഫീൽ വരുന്ന റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ കാണാം അല്ലേ? പക്ഷേ ഇത് രണ്ടും നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സുമാണ്. ഇന്ന് പറയുന്ന പോലെ റെഗുലേറ്ററി പ്രോട്ടീൻസിന്റെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നെഗറ്റീവ് റെഗുലേഷൻ കാണിക്കുന്നവരുണ്ട്, മറ്റൊന്ന് പോസിറ്റീവ് റെഗുലേഷൻ കാണിക്കുന്നവരുണ്ട്. നെഗറ്റീവ് റെഗുലേഷനെ കാണിക്കുന്നവർ നമ്മൾ എന്ത് വിളിക്കുന്നു? റിപ്രസേഴ്സ് എന്ന് വിളിക്കുന്നു. പോസിറ്റീവ് റെഗുലേഷൻ കാണിക്കുന്ന നമ്മൾ എന്ത് വിളിക്കുന്നു? എന്താണ്? ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിലുള്ളവരാണ് ഈ റെഗുലേറ്ററി പ്രോട്ടീൻസ്. ഈ റെഗുലേറ്ററി പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? റെഗുലേറ്ററി ജീൻസിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അത് സിന്തസൈസ് ചെയ്ത് എന്തിനെ കൺട്രോൾ ചെയ്യുക? സ്ട്രക്ചറൽ ജീൻ്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുക. ഇനി ഈ ആപ്രോൺ നോക്കിക്കുക. അപ്പം നമ്മുടെ എല്ലാ ഓപ്രോണുകൾക്കും രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് റെഗുലേറ്ററി ജീനും ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ജീൻസും കാണും. ഓക്കെ, അപ്പം ഇവിടേക്ക് വരുമ്പോൾ ലാക്ക് ഓപ്രോൺ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നു ഈ പോസിറ്റീവ് റെഗുലേഷൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. നെഗറ്റീവായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് വിളിക്കാം? റിപ്രസർ എന്ന് വിളിക്കാം. നമുക്ക് പഠിക്കാനുള്ള NCERT-ക്കകത്ത് നമുക്ക് പഠിക്കാനുള്ള ലാക്ക് ഓപ്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് റെഗുലേഷൻ കാണിക്കുന്ന ഓപ്രോൺ ആണ്. മനസ്സിലായോ? അപ്പം നമ്മുടെ ലാക്ക് ഓപ്രോൺ നമുക്ക് പഠിക്കാനുള്ള ഓപ്രോൺ ആണ് ലാക്ക് ഓപ്രോൺ. ലാക്ടോസ് മെറ്റബോളിസത്തിന് സഹായിക്കുന്ന ഓപ്രോൺ ആണ്. നമ്മൾ പറഞ്ഞു ഒരു ഓപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റബോളിക് റിയാക്ഷനോ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് റിയാക്ഷനോ ഹെൽപ്പ് ചെയ്യാൻ പോരുന്ന എല്ലാ എൻസൈമുകളും സിന്തസൈസ് ചെയ്യപ്പെടുന്ന ഒരു സെഗ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്രോൺ എന്ന് വിളിക്കുക. അപ്പോൾ മിക്ക ഓപ്രോണുകളും എന്തായിരിക്കും? ഒരു മെറ്റബോളിക് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിൽക്കുക. അങ്ങനെ ലാക്ക് ഓപ്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? ലാക്ടോസ് മെറ്റബോളിസവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓപ്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലാക്ക് ഓപ്രോൺ എന്ന് വിളിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ലാക്ക് ഓപ്രോണിലുമുണ്ട് ഒരു റെഗുലേറ്ററി ജീനുമുണ്ട്, 3 സ്ട്രക്ചറൽ ജീനുമുണ്ട്. ഓക്കെ, ഒരു റെഗുലേറ്ററി ജീനുമുണ്ട്, 3 സ്ട്രക്ചർ ജീനുമുണ്ട്. ഈ റെഗുലേറ്ററി ജീനിൽ നിന്ന് സിന്തസിസ് ചെയ്യുന്ന പ്രോട്ടീൻ, റെഗുലേറ്ററി പ്രോട്ടീൻ അല്ലെ, അതിവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അതിവിടെ റിപ്രസർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാക്ടോസ് മെറ്റബോളിസം കാണിക്കുന്ന ഓപ്രോൺ എന്ത് റെഗുലേഷനാണ് കാണിക്കുന്നത്? നെഗറ്റീവ് റെഗുലേഷനാണ് കാണിക്കുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അപ്പം നോക്കിക്കേ. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് ഇനി ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഇവിടെ ഞാനൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതിന് രണ്ട് പാർട്ട്. ഇതാണ് ഒരു ഓപ്രോൺ എന്ന് പറയുന്നത്. ഈ ഓപ്രോണിന് രണ്ട് പാർട്ട് ഉണ്ട്. നോക്കിയേ, ഒരു പ്രൊമോട്ടറും ഒരു ജീനും ഇൻഹിബിറ്റർ ജീനും കാണുന്ന ഈ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഒരു റെഗുലേറ്ററി ജീൻ എന്ന് വിളിക്കുക. റെഗുലേറ്റർ ജീൻ അല്ലെങ്കിൽ റെഗുലേറ്ററി ജീൻ എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടാമത് ഇവിടെ തൊട്ട് അടുത്ത പ്രൊമോട്ടർ, ഓപ്പറേറ്റർ, അതുപോലെ തന്നെ 3 സ്ട്രക്ചറൽ ജീൻസ് ZYA ജീനുകൾ അടങ്ങുന്ന ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സ്ട്രക്ചറൽ ജീൻസ് എന്ന് വിളിക്കുക. സ്ട്രക്ചറൽ ജീൻസ്. ഇവിടെ നിന്നും നോക്കിയാൽ മക്കളെ, ഇതാണ് ലാക്ക് ഓപ്രോൺ. ഇവിടെ നിന്ന് സിന്തസൈസ് 3 സ്ട്രക്ചർ ജീൻസ് ഉണ്ട്. ഇവിടെ Z ഉണ്ട്, Y ഉണ്ട്, A ഉണ്ട് അല്ലെ? ഈ 3 സ്ട്രക്ചർ ജീനിൽ നിന്ന് സിന്തസൈസ് ചെയ്യുന്ന എൻസൈമുകളുടെ പേര് നിങ്ങൾക്ക് അറിയാം. ഒന്ന് നോക്കിക്കേ, ബീറ്റാ ഗാലക്ടോസിലേസ്, പെർമിയേസ്, ട്രാൻസ്അസറ്റൈലേസ് അല്ലെ? അപ്പൊ ഈ 3 എൻസൈമുകളും എന്തിനാവശ്യമുള്ളതാണ്? ഒരൊറ്റ മെറ്റബോളിക് റിയാക്ഷൻ ആവശ്യമുള്ളതാണ്. മനസ്സിലായോ? അതാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പേര് വിളിക്കുക? ഓപ്പറോൺ എന്ന് വിളിക്കുക. ജേക്കബ് ആൻഡ് മോണോട് പ്രപ്പോസ് ചെയ്ത ഓപ്പറോൺ. ക്ലിയർ ആയോ മക്കളെ? അതിൽ ഇവിടെ നോക്കിക്കേ, ഈ I ജീൻ എന്ന് പറയുന്നത് എന്താണ്? I സ്റ്റാൻഡ്സ് ഫോർ ഇൻഹിബിറ്ററി ജീൻ. കാരണം എന്താ? ഇവിടെ നിന്നുണ്ടാവുന്ന പ്രോട്ടീൻ എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? സ്ട്രക്ചറൽ ജീനിന്റെ പ്രോട്ടീൻ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ I ജീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഹിബിറ്ററി ജീൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ റിപ്രസർ അവിടുന്ന് ഒരു mRNA ഉണ്ടാകും, അതിനെ നമ്മൾ റിപ്രസർ mRNA എന്ന് വിളിക്കുന്നു. ആ mRNA പ്രോട്ടീനായിട്ട് മാറുന്നു, റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നു. ആ റിപ്രസർ പ്രോട്ടീൻ നേരെ വന്ന് ബൈൻഡ് ചെയ്യും. എവിടെ ബൈൻഡ് ചെയ്യും? ഈ ഓപ്പറേറ്റർ റീജിയനിൽ വന്ന് ബൈൻഡ് ചെയ്യും. ദിസ് റിപ്രസർ പ്രോട്ടീൻ വിൽ കം ആൻഡ് ബൈൻഡ് ടു ദ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച്, ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറേസിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറേസിന് മുൻപോട്ട് നീങ്ങാനായിട്ട് പറ്റത്തില്ല. RNA പോളിമറേസ് മുൻപോട്ട് നീങ്ങിയില്ലെങ്കിൽ എന്തുണ്ടാകത്തില്ല? ZYA ജീനുകൾ സിന്തസൈസ് ചെയ്യത്തില്ല. ക്ലിയർ ആയോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ലാക്ക് mRNAയിൽ നിന്നും എന്തുണ്ടാകത്തില്ല? ബീറ്റാ ഗാലക്ടോസിലേസ്, പെർമിയേസ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ക്രിപ്ഷൻ തന്നെ തടയും.
ക്ലിയർ ആവുന്നുണ്ടോ? mRNA ഉണ്ടായില്ലെങ്കിൽ പിന്നെ അതിനുശേഷം ട്രാൻസ്ലേഷൻ നടക്കും ഇല്ല. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോക്കിയാൽ മക്കളെ, അപ്പൊ ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ലാക്കോപ്രോൺ കൺസിസ്റ്റ് ഓഫ്. ഇതിന്റെ സ്ട്രക്ചറെ കുറിച്ച് മാത്രമാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് ലാക്കോപ്രോൺ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മാത്രം. അപ്പൊ നോക്കാം, ലാക്കോപ്രോൺ കൺസിസ്റ്റ് ഓഫ്. എന്താണ് ലാക്കോപ്രോണിനകത്തുള്ളത്? ഒരു റെഗുലേറ്ററി ജീനും ഉണ്ട്, 3 സ്ട്രക്ചറൽ ജീൻസും ഉണ്ട്. ഏതാണ് മക്കളെ 3 സ്ട്രക്ചറൽ ജീൻസ്? ഇസഡ്, വൈ, എ ജീൻസ്. ഓക്കെ, അതിൽ ഇസഡ് ജീൻ എന്തിനെ കോഡ് ചെയ്യുന്നു? ഇസഡ് ജീൻ കോഡ്സ് ഫോർ ബീറ്റാ ഗാലക്ടോസിഡേസ്, വൈ ജീൻ കോഡ്സ് ഫോർ പെർമിയേസ്, എ ജീൻ കോഡ്സ് ഫോർ ട്രാൻസ്അസിറ്റൈലേസ്. ഇത് മൂന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ലാക്ടോസ് മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻസൈമുകളാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, നെയിം ദ ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്രോൺ കോൺസെപ്റ്റ്. ഓക്കെ, നെയിം ദ ഇൻഡ്യൂസർ ഓഫ് ലാക്കോപ്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് ലാക്കോപ്രോണിലെ ഇൻഡ്യൂസർ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ലാക്കോപ്രോണിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ലാക്കോപ്രോൺ എന്ത് റെഗുലേഷൻ കാണിക്കുന്ന ഓപ്രോൺ ആണെന്ന് മക്കളെ പറഞ്ഞേ? നെഗറ്റീവ് റെഗുലേഷൻ കാണിക്കുന്ന ഓപ്രോൺ ആണ് അല്ലെ. നെഗറ്റീവ് റെഗുലേഷൻ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് റെഗുലേഷൻ കാണിക്കുന്നത്? നെഗറ്റീവ് റെഗുലേഷൻ കാണിക്കാൻ കാരണം ഈ ഐ ജീൻ അല്ലെ, ഇതാണ് റെഗുലേറ്ററി ജീൻ. നിങ്ങൾ നോക്കിയതൊന്ന് മാർക്ക് ചെയ്തേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് റെഗുലേറ്ററി ജീൻ അല്ലെ, ഇതാണ് റെഗുലേറ്ററി ജീൻ. ഇതാണ് സ്ട്രക്ചറൽ ജീൻ. അതായത് ഈ പ്രൊമോട്ടർ തൊട്ട് ഈ ഇസഡ് വൈ എ ജീൻ വരെ, ഇതാണ് നമ്മൾ സ്ട്രക്ചറൽ ജീൻസ് എന്ന് വിളിക്കുക. സ്ട്രക്ചറൽ ജീൻ അല്ലെ, സ്ട്രക്ചറൽ ജീൻസ്. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് ഈ റെഗുലേറ്ററി ജീൻ സിന്തസൈസ് ചെയ്യുന്ന ഒരു ആർഎൻഎ ഉണ്ട് അല്ലെ, റിപ്രസർ mRNA. എന്തുകൊണ്ടാണ് റിപ്രസർ എന്ന് വിളിക്കാൻ കാരണം? എന്തുകൊണ്ട് ആക്ടിവേറ്റർ എന്ന് വിളിക്കാത്ത, അല്ലെങ്കിൽ വെറുതെ റെഗുലേറ്ററി എന്ന് വിളിക്കാത്ത കാരണം എന്താ? നമ്മൾ പറഞ്ഞു റെഗുലേറ്ററി ജീൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസ് എല്ലാം തന്നെ എന്താണ്? റെഗുലേറ്ററി പ്രോട്ടീൻ ആണ് അല്ലെ. പക്ഷേ അതിന്റെ റെഗുലേഷൻ എങ്ങനെയാണെന്ന് നോക്കണം. നെഗറ്റീവ് റെഗുലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ റിപ്രസർ എന്ന് വിളിക്കും. പോസിറ്റീവ് റെഗുലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും ആക്ടിവേറ്റേഴ്സ് എന്ന് വിളിക്കും അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലാക്കോപ്രോണിൽ എന്ത് റെഗുലേഷൻ കാണിക്കുന്നത്? നെഗറ്റീവ് റെഗുലേഷൻ ആണ്. അതായത് ഇവിടുന്ന് ഉണ്ടാകുന്ന റെഗുലേറ്ററി പ്രോട്ടീൻ നേരെ വന്ന് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യും, ഈ ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യും. ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്താൽ എങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ല? പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറേസിന് മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റാതെ വരും. അപ്പോൾ അത് തടയുകയല്ലേ കുഞ്ഞ് ചെയ്യുന്നേ? ആണോ? തടയുകയാണെങ്കിൽ അത് എന്ത് റെഗുലേഷനാ? തടയുകയാണെങ്കിൽ നെഗറ്റീവ് റെഗുലേഷനാ. നെഗറ്റീവ് റെഗുലേഷൻ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ റെഗുലേറ്ററി പ്രോട്ടീനിൽ നിന്നുണ്ടാകുന്ന RNA എന്ത് വിളിക്കാം? റിപ്രസർ mRNA എന്നും അതുണ്ടാക്കുന്ന പ്രോട്ടീനെ റിപ്രസർ പ്രോട്ടീൻ എന്നും വിളിക്കാം. മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി ഈ ജീന് ഞാൻ വേറെ പേര് പറഞ്ഞായിരുന്നു. എന്താണ്? കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ. എന്താണ് മക്കളെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ജീൻ എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജീൻ. അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഐ ജീനെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇൻഹിബിറ്ററി എന്ന് വിളിക്കാൻ കാരണം അത് തന്നെയാണ്. നെഗറ്റീവ് റെഗുലേഷൻ കാണിക്കുന്നതുകൊണ്ടാണ് ഇൻഹിബിറ്ററി ജീൻ അല്ലെങ്കിൽ ഐ ജീൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഈ റിപ്രസർ വന്ന് നേരെ ഇവിടെ നിന്ന് ബൈൻഡ് ചെയ്യണം അല്ലെ. റിപ്രസർ ഇവിടെ നിന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറേസിന് എങ്ങോട്ട് നീങ്ങാൻ പറ്റത്തില്ലടാ കുഞ്ഞെ? മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ലെങ്കിൽ പ്രൊമോട്ടറിൽ ബൈൻഡ് ചെയ്യുന്ന RNA പോളിമറൈസ് ആണ് എന്ത് സിന്തസൈസ് ചെയ്യേണ്ടത്? RNA സിന്തസൈസ് ചെയ്യേണ്ടത്. അവർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇസഡ് വൈ എ ജീനുകളിൽ നിന്ന് അവർക്ക് mRNA ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. mRNA ഉണ്ടാകുന്ന പ്രോട്ടീൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ പരിപാടി അവിടെ എന്ത് ചെയ്ത് നിൽക്കുകയാണ്? ഓഫായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ഓഫായിട്ട്. അപ്പൊ ഇവിടെ ആദ്യത്തെ ഫിഗർ ഞാൻ വരച്ചിരിക്കുന്നത് ഓഫാണ്. ഓക്കെ, സംഗതി ഓഫായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിന്നുണ്ടാകുന്നില്ല, ഈ പറയുന്ന പ്രോട്ടീൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. മനസ്സിലായോ? ഇനിയും ഇത് ഓണാക്കണമെങ്കിൽ ആരെങ്കിലും വരണം. ഓക്കെ, ആര് വരണം? ആവശ്യമുള്ളവൻ വരണം. മനസ്സിലായോ? അതായത് ഇപ്പൊ നമ്മുടെ റൂമിന് ലൈറ്റും ഫാനും എല്ലാം ഉണ്ടെന്ന് വിചാരിക്കാം, എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ സ്വിച്ച് ഓൺ ആക്കുന്ന ആരാ? ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലേക്കാണെങ്കിൽ, അല്ലെ നമ്മുടെ വീട്ടിലേക്കാണെങ്കിൽ, വീട്ടിലെ റൂമിലേക്കാണെങ്കിൽ ആരാണോ ആദ്യം വരുന്നത് അവൻ എന്ത് ചെയ്യും? ലൈറ്റ് ഇടും അല്ലെങ്കിൽ ഫാൻ ഇടും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഡ്യൂസർ എന്ന് വിളിക്കുക. മനസ്സിലായോ? അപ്പൊ എല്ലാം സെറ്റാണ്, എല്ലാം റെഡിയാണ്. ആരാണോ ഓൺ ആക്കുന്ന അവനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡ്യൂസർ എന്ന് വിളിക്കും അല്ലെ. ഇപ്പൊ നമ്മളാണ് റൂമിലേക്ക് ആദ്യം ചെല്ലുന്നെങ്കിൽ, നമ്മളാണ് ലൈറ്റും ഫാനും ഓൺ ആക്കുന്നെങ്കിൽ നമ്മളെ എന്ത് വിളിക്കാം? ഇൻഡ്യൂസർ എന്ന് വിളിക്കാം അല്ലെ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, റെഗുലേറ്ററി ജീനുണ്ട്, സ്ട്രക്ചർ ജീനുണ്ട്, എല്ലാം റെഡിയാണ് അല്ലെ. പക്ഷെ എന്തായിട്ടിരിക്കുകയാണ്? ഓഫ് ആയിട്ടിരിക്കുകയാണ്. ഇത് ഓൺ ആക്കണം അല്ലെ. ഓൺ ആക്കണമെങ്കിൽ ആര് വരണം? ഓൺ ആക്കണമെങ്കിൽ ഇത് ആവശ്യമുള്ളവൻ തന്നെ വരണം അല്ലെ. റൂമിലേക്ക് ആരുമില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റൂമിൽ ഇരിക്കുകയാണ്. നമ്മുടെ റൂമിൽ ഇരിക്കുമ്പോൾ ഫാനും ലൈറ്റും എല്ലാം നമ്മൾ റൂമിലേക്ക് കയറിയിട്ടില്ല, നമ്മുടെ റൂമിൽ ഫാനും ലൈറ്റും എല്ലാം ഉണ്ട്, പക്ഷെ ഇതൊന്നും ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഒരു പൂച്ച അതുവഴി നമ്മുടെ റൂമിലേക്ക് കയറി വരാം. ഈ പൂച്ചയ്ക്ക് ലൈറ്റും ഫാനും ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. അതോ ഇൻഡ്യൂസ് ചെയ്യുമോ? ഇല്ല, അതിന് ആവശ്യമില്ല. പക്ഷെ നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ലൈറ്റും ഫാനും ഒക്കെ നമ്മൾ ഓണാക്കത്തില്ലേ? എന്നും പറയുന്ന പോലെ ഈ ലാക്കോപ്രോൺ ആരുടെ ആവശ്യമാണ്? ലാക്കോപ്രോൺ
നമ്മുടെ ലാക്ടോസിന്റെ ആവശ്യം അല്ലെ. ലാക്ടോസ് മെറ്റബോളിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന മെറ്റബോളിക് റിയാക്ഷൻ ആണ് അല്ലെ. അതിന് ലാക്ടോസിനാണ് ഈ എൻസൈമിനെ കൊണ്ട് ആവശ്യം. ബീറ്റാ ഗാലക്ടോസിഡേസും പെർമിയേസും ട്രാൻസസറ്റൈലേസും ഒക്കെ വേണ്ട ആർക്കാ? ലാക്ടോസിന്. മനസ്സിലായോ? അപ്പൊ ലാക്ടോസ് മീഡിയത്തിലേക്ക് വരുമ്പോൾ എന്ത് ഓൺ ആവണം? ഇവര് ഓൺ ആവണം. മനസ്സിലായോ? അതെങ്ങനെ ഓൺ ആക്കുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മൾ ലാക്ടോസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസർ. ലാക്ടോസ് ഇസ് ദ ഇൻഡ്യൂസർ ഓഫ് ലാക്ടോപ്രോൺ. മനസ്സിലായോ? ലാക്ടോസ് ആണ് ഇവിടുത്തെ ഇൻഡ്യൂസർ. ലാക്ടോസ് വന്ന് ശ്രദ്ധിച്ച മക്കളെ, ലാക്ടോസ് വന്ന് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? നമ്മുടെ ഈ റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. കണ്ടു കിടക്കും. ഓക്കെ, റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യും. റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ റിപ്രസർ പ്രോട്ടീൻ വിൽ ബിക്കം ഇനാക്റ്റീവ്. റിപ്രസർ പ്രോട്ടീൻ എന്തായിട്ട് മാറും? ഇനാക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ലാക്ടോസ് വന്ന് റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുമ്പോൾ റിപ്രസർ പ്രോട്ടീൻ വിൽ ബിക്കം ഇനാക്റ്റീവ്. റിപ്രസർ പ്രോട്ടീൻ ഇനാക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും? നമ്മുടെ ഈ ഓപ്പറേറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. മാറുകയാണ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നോക്കിയ മക്കളെ, അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊമോട്ടറിൽ ആറ് ഇരിപ്പുണ്ട്. RNA പോളിമറേസ് ഒന്ന് ബൈൻഡ് ചെയ്യും അല്ലെ. ആ RNA പോളിമറേസ് നേരെ എങ്ങോട്ട് നീങ്ങും? നേരെ മുന്നോട്ട് നീങ്ങും. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഓപ്പറേറ്ററിൽ ആരുണ്ടായിരുന്നെങ്കിൽ, ഓപ്പറേറ്ററിൽ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായിരുന്നെങ്കിൽ ആരുടെ മുന്നോട്ടുള്ള പോക്ക് നടക്കത്തില്ല? നമ്മുടെ RNA പോളിമറേസിന്റെ മുന്നോട്ടുള്ള പോക്ക് നടക്കത്തില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നമ്മൾ ലാക്ടോസ് വന്ന്, ഇൻഡ്യൂസർ ആണ് ലാക്ടോസ് അല്ലെ. ലാക്ടോസ് വന്ന് റിപ്രസർ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് റിപ്രസർ പ്രോട്ടീൻ എന്താക്കി മാറ്റും? ഇനാക്റ്റീവ് ആക്കി മാറ്റും. ഓക്കെ, ഇനി അവരുടെ ആ ബൈൻഡിങ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ് കേട്ടോ. ഒരു ഇറിവേഴ്സിബിൾ കോംപ്ലക്സ് ഫോർമേഷൻ അവിടെ നടക്കും. എന്താണ്? ലാക്ടോസും അതുപോലെ തന്നെ ഈ റിപ്രസർ പ്രോട്ടീനോടെ ചേർന്നൊരു ഇറിവേഴ്സിബിൾ കോംപ്ലക്സ് ഫോർമേഷൻ അവിടെ നടക്കും. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്ക് അവിടെ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരും? റിപ്രസർ പ്രോട്ടീന് ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാതെ വരും. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇത് ഓൺ ആകും. ഓക്കെ, ഇത് ഓൺ ആകും. RNA പോളിമറേസ് മുന്നോട്ട് നീങ്ങും. RNA പോളിമറേസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? mRNA പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ആ mRNAക്കകത്തുനിന്ന് എന്തെല്ലാം ഉണ്ടാവും? ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമീസ്, ട്രാൻസസറ്റൈലേസ്, ഇത് മൂന്നും സിന്തസൈസ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ ആയോ? അപ്പം നോക്കിയ മക്കളെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, നെയിം ദ ഇൻഡ്യൂസർ ഓഫ് ലാക്ടോപ്രോൺ. അപ്പൊ നമുക്ക് ലാക്ടോസ് പറയാം, അല്ലെങ്കിൽ അതിൽ തന്നെ ഒരു അലോമറിക് ഫോം ഉണ്ട്, അല്ലോ ലാക്ടോസ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും എന്താണ് നമുക്ക് ഇൻഡ്യൂസർ? ലാക്ടോസ് ഓർ അല്ലോ ലാക്ടോസ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ടെർമിനേഷൻ കോഡോൺസ് ഓൺ mRNA? mRNAയിലെ ടെർമിനേഷൻ കോഡോൺസ് ഏതെല്ലാമാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഒരു mRNA എടുക്കുകയാണെങ്കിൽ ഒരു mRNA നമ്മളൊരു ട്രാൻസ്ലേഷൻ യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ട്രാൻസ്ലേഷൻ യൂണിറ്റ് അല്ലേ. ഒരു ട്രാൻസ്ലേഷൻ യൂണിറ്റിനകത്ത് എന്താണ്? 3 റീജിയൻസ് ഉണ്ട്. 3 റീജിയൻസ് ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് നമ്മുടെ സ്റ്റാർട്ട് കോഡോൺ അല്ലേ. രണ്ടാമത് എന്താ? കോഡ്സ് ഫോർ പോളിപെപ്റ്റൈഡ്. ഓക്കെ, പലതരം അമിനോ ആസിഡ്സിനുള്ള കോഡോൺസ് ആണ് കോഡ്സ് ഫോർ പോളിപെപ്റ്റൈഡ്. മൂന്നാമത് വരുന്നത് എന്താണ്? മൂന്നാമത് വരുന്നത് സ്റ്റോപ്പ് കോഡോൺസ് ആണ്. അല്ലേ. അപ്പൊ നോക്കിക്കേ, ഈ സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാ? സ്റ്റാർട്ട് കോഡോൺ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ട് കോഡോൺ നമുക്കറിയാലോ ഏതാണ്? AUG ആണ് സ്റ്റാർട്ട് കോഡോൺ. AUG എന്തിനെ കോഡ് ചെയ്യുന്ന? AUG കോഡ്സ് ഫോർ മിഥിയോണൈൻ അല്ലേ. യെസ്. അടുത്ത് നോക്കിക്കേ, സ്റ്റോപ്പ് കോഡോൺസ് ഏതൊക്കെയാണ്? ഒന്നാമത്തേത് UAA, രണ്ടാമത്തേത് UAG, മൂന്നാമത്തേത് UGA. ഇത് മൂന്നും എന്താണ്? സ്റ്റോപ്പ് കോഡോൺസ് ആണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ അതിനെ മറ്റൊരു പേര് വിളിക്കും. എന്താണ് മറ്റൊരു പേര്? നോൺസെൻസ് കോഡോൺസ് എന്ന് വിളിക്കും. നോൺസെൻസ് കോഡോൺസ്. അപ്പൊ സ്റ്റോപ്പ് കോഡോൺസ് അല്ലെങ്കിൽ നോൺസെൻസ് കോഡോൺസ്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതാണ് വാട്ട് ആർ ദ ടെർമിനേഷൻ കോഡോൺസ് ഓൺ mRNA എന്നുള്ള ചോദ്യത്തിന് ആൻസർ ഏതൊക്കെയാണ്? UAA, UAG ആൻഡ് UGA. സ്റ്റോപ്പ് കോഡോൺസ് അല്ലെങ്കിൽ ടെർമിനേഷൻ കോഡോൺസ്. ഓക്കെ, അടുത്ത നോക്കുക. tRNA is charged with amino acid methionine. Name the process involved in the attachment. ഓക്കെ, നോക്കാം. നമ്മൾ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ, ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് എന്ന് പറയുന്നത് ചാർജിങ് ഓഫ് tRNA. ഓക്കെ, ഫസ്റ്റ് ഫേസ് ആണ് ചാർജിങ് ഓഫ് tRNA. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു പേരോട് നമുക്ക് അവിടെ പറയാം, അതിനായിട്ട് പറയുന്നുണ്ട്, അതാണ് കുറച്ചുകൂടെ നല്ല പേര് എന്നൊക്കെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് അമിനോ അസൈലേഷൻ ഓഫ് tRNA.
tRNA. എന്താണ് മക്കളെ അമിനോ അസൈലേഷൻ ഓഫ് tRNA എന്ന് പറയുന്നത്? ഈ tRNA എന്ന് പറയും. tRNA ആരാ കണ്ടുപിടിച്ച? tRNA ആദ്യമായിട്ട് കണ്ടുപിടിച്ച ആരാണ്? tRNA കണ്ടുപിടിച്ച പറയാമോ? ഫ്രാൻസിസ് ക്രിക്ക് ആണ്. ഓക്കെ, ഫ്രാൻസിസ് ക്രിക്ക് ആണ് tRNA കണ്ടുപിടിച്ചത് അല്ലേ? അപ്പോൾ എന്താണ് tRNAയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? tRNAയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ വരെ കഴിഞ്ഞ് കഴിയുമ്പോൾ DNA എന്തുണ്ടായി? mRNA ഉണ്ടായി അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയും mRNAക്കകത്തിരിക്കുന്ന കോഡോൺസിന് അനുസൃതമായി എന്ത് വരണം? അമിനോ ആസിഡ്സ് വരണം അല്ലേ? ഇപ്പം ആദ്യം AUG ആണെങ്കിൽ അവിടെ ആര് വന്നിരിക്കണം? മെഥിയോണിൻ വന്നിരിക്കണം. പിന്നെ UU ആണെങ്കിൽ ആര് വന്നിരിക്കണം? ഫീനൈൽ അലൈൻ വന്നിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ഓരോരോ അമിനോ ആസിഡുകൾ വന്നിരിക്കണം. ഓക്കെ, ഇനിയും GUG ആണെങ്കിൽ എന്ത് വന്നിരിക്കണം? വാലൈൻ വന്നിരിക്കണം അല്ലെ? അങ്ങനെ ഓരോരോ അമിനോ ആസിഡുകൾ ഓർഡറിൽ വന്നിരുന്നിട്ട് അത് എന്തായിട്ട് മാറണം? പ്രോട്ടീൻസ് ആയിട്ട് മാറണം. മനസ്സിലായോ? അതിന് നോക്കിക്കേ, mRNA ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. mRNA ഉണ്ടാകുന്നതിലേക്ക് ആര് വരണം? അമിനോ ആസിഡ്സ് വരണ്ടേ? ഇനി നമ്മൾ അമിനോ ആസിഡ്സിന്റെ സ്ട്രക്ചർ നോക്കിയപ്പോൾ അമിനോ ആസിഡിന് തന്നെ എങ്ങോട്ട് വരാനുള്ള വഴിയില്ല. അമിനോ ആസിഡിന് തന്നെ mRNAയിലേക്ക് വന്നിരിക്കാനുള്ള ഒരു ടെക്നിക്ക് ഇല്ല. മനസ്സിലായോ? അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി മാർക്കില്ല അമിനോ ആസിഡില്ല. ഓക്കെ, അമിനോ ആസിഡിനെ നമ്മൾ പരിശോധിച്ചപ്പോൾ അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കിയപ്പോൾ യാതൊരു തരത്തിലും അമിനോ ആസിഡ്സിന് തന്നെ വന്ന് mRNAയിലേക്ക് ബൈൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഇല്ല. ഇനി അഥവാ എങ്ങാനും വന്നു എന്ന് വിചാരിച്ചോ, ഇനി എങ്ങാനും വന്നാൽ തന്നെ കൃത്യ മോഡൽ കയറി ഇരിക്കാനുള്ള സ്ട്രക്ചറൽ സ്പെഷ്യാലിറ്റി മാർക്കില്ല അമിനോ ആസിഡ്സിന് ഇല്ല. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും കൊണ്ടുവരണം അല്ലെ? അപ്പോഴാണ് നമ്മുടെ ഫ്രാൻസിസ് ക്രിക്ക് ഇത് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. ഫ്രാൻസിസ് ക്രിക്ക് പോസ്റ്റുലേറ്റഡ് ദ പ്രസൻസ് ഓഫ് എ മോളിക്യൂൾ which can bring amino acid. Amino acids ne engoട്ട് കൊണ്ടുവരാം? towards the mRNA and adapt this amino acids to the mRNA. എന്നിട്ട് ഈ കൊണ്ടുവരുന്ന അമിനോ ആസിഡിനെ കൃത്യമായിട്ട് അഡാപ്റ്റബിൾ ആക്കി കൊടുക്കുക. ഏതെങ്കിലും ഒരു പൊസിഷനിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അങ്ങനെ പ്ലേസ് ചെയ്യാനും അതുപോലെ എത്തിക്കാനും കഴിവുള്ള ഒരാളെ, ഒരു മോളിക്യൂൾ സെല്ലിനകത്തുണ്ടാവണം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞു. മനസ്സിലായോ? ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞത്? ബിക്കോസ് ഇത് തന്നെത്താൻ അവിടെ ചെല്ലാനുള്ള സാധ്യത ഇല്ല. ഇനി എങ്ങാനും അവിടെ ചെന്നാൽ തന്നെ അവിടെ കൃത്യമായിട്ട് ഇരിക്കാനുള്ള സാധ്യത ഇല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദിവസം പത്രത്തിൽ രാവിലെ വാർത്ത വായിക്കുകയാണ്. എന്താണ് പത്രത്തിലെ വാർത്ത? വാർദ്ധക്യ പെൻഷനുകൾ വിതരണം ചെയ്തു തുടങ്ങി എന്നൊരു വാർത്ത വായിക്കാം. ഇപ്പോൾ ഒരു വീട്ടിൽ പ്രായമായ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് 2 കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ഓക്കെ, ഈ വാർത്ത വായിക്കുന്ന കൊച്ചുമക്കളിൽ ഇളയാളുടെ മനസ്സിൽ ലഡു പൊട്ടുകയാണ് അല്ലേ? അവൻ തോന്നുകയാണ്, അവൻ വിചാരിക്കുകയാണ്, ആഹാ, അമ്മച്ചിയെ കൊണ്ട് ചെന്നാൽ വാർദ്ധക്യ പെൻഷൻ കിട്ടുമെങ്കിൽ ഒന്ന് കൊണ്ടുപോയേക്കാം. മനസ്സിലായോ? അമ്മച്ചീനെ അവൻ്റെ ഡ്യൂക്കിന്റെ പുറകിൽ ഇരുത്തി എവിടെ ചെല്ലുന്നു? അമ്മച്ചിയുമായിട്ട് അവൻ ബാങ്കിൽ ചെല്ലുകയാണ്. ബാങ്കിൽ ചെന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? ബാങ്കിലെ ആ വിഡ്രോവൽ ഫോം ഒക്കെ വാങ്ങിച്ച് കൃത്യം അതൊക്കെ പൂരിപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ മാത്രമായിരിക്കും പൈസ കിട്ടുക അല്ലേ? അപ്പൊ അവൻ അങ്ങനെ അമ്മച്ചീനെ കൊണ്ട് പോകുന്നത് മാത്രമല്ല, അവിടെ കൊണ്ടുവന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് പൈസ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊച്ചുമോനും അമ്മച്ചിയും കൂടെ തിരിച്ച് വീട്ടിൽ വരികയാണ്. ഓക്കെ, വൈകുന്നേരം ഈ കൊച്ചുമക്കളിൽ മൂത്ത മോൻ വീട്ടിൽ വരികയാണ്. അപ്പൊ മൂത്തവൻ വീട്ടിൽ വരുമ്പോൾ കേൾക്കുകയാണ്, അമ്മച്ചിക്ക് പെൻഷൻ കിട്ടി. ഓക്കെ, അമ്മച്ചിക്ക് പെൻഷൻ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. ഒന്ന്, നടക്കാൻ പോലും വയ്യാത്ത ഈ അമ്മച്ചി എങ്ങനെ ബാങ്കിൽ പോയി? അത് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇനി എങ്ങാനും അമ്മച്ചി പോയെന്നിരിക്കട്ടെ, പോയാലും അവിടെ ചെന്നാലും എന്ത് കിട്ടണം? പൈസ കിട്ടണം അല്ലെ? പൈസ കിട്ടണമെങ്കിൽ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാൻ അമ്മച്ചിക്ക് അറിയോ? ഇല്ല. അത് ചെയ്തു കൊടുക്കാനും ആരെങ്കിലും വേണം. ഇപ്പൊ 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, അവിടെ എത്തണം അല്ലെ? 2, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അതാണ് നമ്മുടെ അമിനോ ആസിഡ്സിന്റെ പ്രശ്നം. അമിനോ ആസിഡ്സ് എവിടെ എത്തണം? mRNAയിൽ എത്തണം. എത്തിയാൽ മാത്രം പോരാ, കൃത്യം ആ പൊസിഷനിൽ പോയി ഇരിക്കണം. ഇതിന് 2നും കഴിവുള്ള ഒരാളാണ് ആരെന്ന് പറയുന്നത്. ഈ 2നും കഴിവുള്ള ഒരാൾ വേണമെന്ന് ആര് ചിന്തിച്ചു? നമ്മുടെ ഫ്രാൻസിസ് ക്രിക്ക് ചിന്തിച്ചു. ആൻഡ് ഹി പോസ്റ്റുലേറ്റഡ് ദ പ്രസൻസ് ഓഫ് എ മോളിക്യൂൾ കോൾഡ് tRNA അല്ലെ? ആ tRNA ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് നമ്മൾ ഒരു പേരുടെ പറയാം, എന്താണ്? അഡാപ്റ്റബിൾ മോളിക്യൂൾ എന്ന് വിളിക്കാം. tRNA is also known as അഡാപ്റ്റബിൾ മോളിക്യൂൾ അല്ലെ? എന്താണ് മക്കളെ അഡാപ്റ്റബിൾ മോളിക്യൂൾ എന്ന് വിളിക്കാം? tRNA എന്ന് വിളിക്കാൻ കാരണം എന്താ? ട്രാൻസ്ഫർ RNA അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ? അഡാപ്റ്റബിൾ മോളിക്യൂൾ എന്ന് വിളിച്ചാലോ, അവിടെ കൊണ്ടുവന്ന് കൃത്യം പൊസിഷൻ നോക്കി ഐഡന്റിഫൈ ചെയ്ത് അഡാപ്റ്റബിൾ ആക്കി കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അതിന് എന്ത് പേര് വിളിക്കുക? അഡാപ്റ്റബിൾ മോളിക്യൂൾ എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പൊ നോക്കിയാൽ 2 പേരാണ് tRNAക്ക് ഉള്ളത്. ഇനി tRNAക്ക് നമുക്കറിയാം, tRNAക്ക് ഒരു 3' ഉണ്ട് അല്ലെ? ഒരു 3' ആം ഉണ്ട്. ആ 3' ആമിൽ ഒരു ഫ്രീ OH ഗ്രൂപ്പ് ഉണ്ട്. ആ OH ഗ്രൂപ്പിലേക്കാണ് ആരെ അറ്റാച്ച് ചെയ്യുക? അമിനോ ആസിഡ്സിനെ അറ്റാച്ച് ചെയ്യുക. ഓക്കെ, ആ അമിനോ ആസിഡ്സിനെ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് tRNA, വിച്ച് ഇസ് എ ഫസ്റ്റ് ഫേസ് ഓഫ് ട്രാൻസ്ലേഷൻ. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി രണ്ടാമത് അവരെങ്ങനെയാണ് റീഡ് ചെയ്ത് നോക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ആന്റി കോഡോൺ ലൂപ്പ്.
ഓക്കെ, ആന്റി കോഡോൺ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂപ്പ് ആർക്കുണ്ടാവും, ഒരു റീജിയൻ ആർക്കുണ്ടായിരിക്കും, നമ്മുടെ TRNA കൊണ്ടായിരിക്കും. അതായത് mRNA കോഡോൺ AUG ആണെങ്കിൽ അതിന്റെ ആന്റി കോഡോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, UAC അല്ലെ, UAC ആണ് അവിടുത്തെ ആന്റി കോഡോൺ എന്ന് വിളിക്കുക, ആന്റി കോഡോൺ. ഓക്കെ, അപ്പൊ ഈ ആന്റി കോഡോൺ UAC എന്ന് പറയുന്ന ആന്റി കോഡോൺ മെത്തിയോണിനെ ഹോൾഡ് ചെയ്യുന്ന TRNAയുടെ എവിടെ കാണും, ആന്റി കോഡോൺ ലൂപ്പിലുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ ആന്റി കോഡോൺ UAC ഉള്ള TRNA ആണ് എന്തിനെ പോയി ബൈൻഡ് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ മെത്തിയോണിനെ പോയി ബൈൻഡ് ചെയ്യുക. ക്ലിയർ ആയോ? അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നെയിം ദ പ്രോസസ് ഇൻവോൾവ് ഇൻ അറ്റാച്ച്മെന്റ്. ഏതാണ് പ്രോസസിന്റെ പേര്? ഒന്നെങ്കിൽ നമുക്ക് ചാർജിങ് ഓഫ് TRNA എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അമിനോ അസൈലേഷൻ ഓഫ് TRNA. രണ്ടാമത്, പോയിന്റ് ഔട്ട് ദ mRNA കോഡോൺ ആൻഡ് ആന്റി കോഡോൺ ഓൺ ദ TRNA ഫോർ ദ അമിനോ ആസിഡ്. ഏതാണ് mRNA കോഡോൺ? ഏതാ? മെത്തിയോണിനാണ് തന്നിരിക്കുന്ന അമിനോ ആസിഡ് അല്ലെ. മെത്തിയോണിന്റെ കോഡോൺ ഏതാ? AUG ആണ് മെത്തിയോണിന്റെ കോഡോൺ അല്ലെ. ആന്റി കോഡോൺ ഏതായിരിക്കും? അപ്പോൾ അതിന്റെ നേരെ കോംപ്ലിമെന്ററി, ദാറ്റ് ഈസ് UAC എന്ന് പറയുന്ന ആന്റി കോഡോൺ എവിടെയുണ്ട്? TRNAയിലുണ്ട്. അതുകൊണ്ടാണ് അതിനെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുക. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റിമൂവൽ ഓഫ് ഇൻട്രോൺസ് and joining exons in a defined order during transcription is called. ഓക്കെ, വളരെ നല്ലൊരു ചോദ്യമാണ്. ഉത്തരം സിമ്പിൾ ആണ്, നമ്മൾ അറിഞ്ഞിരിക്കാം പ്രോസസ്. ഓക്കെ, എന്താണ് മക്കളെ റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പേര് വിളിക്കുന്നത്? സ്പ്ലൈസിംഗ് എന്നാണ് വിളിക്കുക. എന്താണ് സ്പ്ലൈസിംഗ്? ഓക്കെ, സ്പ്ലൈസിംഗ്. എന്താണ് സ്പ്ലൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, നമുക്ക് രണ്ട് തരം എന്താണ് ഓർഗാനിസംസ് ആണ്. ഏതാണ്? യൂക്യാരിയോട്സും പ്രോക്യാരിയോട്സും അല്ലെ. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, പ്രോക്യാരിയോട്സിൽ എന്താ നമ്മൾ പറഞ്ഞേ? പോളിസിസ്റ്റോണിക് ആയിട്ടുള്ള ജീനാണ്, പോളിസിസ്റ്റോണിക് ജീൻ അല്ലെ. അതേസമയം യൂക്യാരിയോട്സിൽ എന്താ നമ്മൾ പറഞ്ഞത്? യൂക്യാരിയോട്സിൽ മോണോസിസ്റ്റോണിക് ആണ്, യൂക്യാരിയോട്സിൽ മോണോസിസ്റ്റോണിക്. ഓക്കെ, അപ്പൊ നോക്കിയാൽ മക്കളെ, പ്രോക്യാരിയോട്സിൽ പോളിസിസ്റ്റോണിക് ആണ് നമ്മൾ പറഞ്ഞു, യൂക്യാരിയോട്സിൽ എന്താണ്? മോണോസിസ്റ്റോണിക് ആണ് അല്ലെ. പക്ഷേ യൂക്യാരിയോട്സിലെ ഈ മോണോസിസ്റ്റോണിക് ആയിട്ടുള്ള ജീനിന് ഒരു കുഴപ്പമുണ്ട്. ഓക്കെ, എന്താണ് ആ കുഴപ്പം എന്ന് പറയുന്നത്? നമുക്കവിടെ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് ആണ് കാണുക. എന്താണ് സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഈ ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, നമ്മളൊരു അറേഞ്ച്മെന്റ് പറയും അല്ലെങ്കിൽ ഒരു ഓർഡർ പറയുമ്പോൾ നമ്മൾ പറയുന്നു പ്രോട്ടീൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമുക്ക് പറയാം DNA നിന്നാണ് ഉണ്ടാകുന്നത് പറയാം. കംപ്ലീറ്റ് DNA ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് പറയാം? ജീൻ എന്ന് പറയാം അല്ലെ. ഇനി ആ ജീനിന്റെ അകത്ത് എന്താണ് വരിക? ജീനിനകത്ത് സിസ്റ്റോൺ എന്ന് പറയാം അല്ലെ. ആണല്ലോ. സിസ്റ്റോണിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നുണ്ടോ? സിസ്റ്റോണിനകത്ത് പ്രോട്ടീൻസ് ആവാൻ കഴിവുള്ള സീക്വൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എക്സ്പ്രസിംഗ് സീക്വൻസസ് അല്ലെങ്കിൽ എക്സോൺസ് എന്ന് വിളിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ശരിക്കും നമ്മുടെ ഏത് സീക്വൻസ് ആണ് പ്രോട്ടീൻ ആയിട്ട് മാറുന്നത്? എക്സോൺസ് ആണ് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത് അല്ലെ. ഇനി അപ്പം ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എക്സോൺസ് മാത്രമാണ് ആർക്കുള്ളത്? സിസ്റ്റോണിന്റെ അകത്ത് എക്സോൺസ് മാത്രമുള്ളവരാണ് ആരെന്ന് പറയുന്നത്? പ്രോക്യാരിയോട്സ്. മനസ്സിലായോ? അല്ലെങ്കിൽ പ്രോക്യാരിയോട്സിലെ സിസ്റ്റോണിന്റെ അകത്ത് ആര് മാത്രമേ ഉള്ളൂ? എക്സോൺസ് മാത്രമുള്ളൂ. എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ളവർ മാത്രമേ ആരുടെ കയ്യിലുള്ളൂ? പ്രോക്യാരിയോട്സിലെ സിസ്റ്റോണിന്റെ കയ്യിൽ ഉള്ളൂ. പക്ഷേ യൂക്യാരിയോട്സിലെ സിസ്റ്റോണിന്റെ കയ്യിലേക്ക് വരുമ്പോൾ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് ആണെന്ന് വിളിക്കാം. മനസ്സിലായോ? എന്താണ് സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് സിസ്റ്റോൺ കൺസിസ്റ്റ് ഓഫ് ബോത്ത് എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്. ഓക്കെ, എക്സോൺസും പിന്നാലുണ്ട്, ഇൻട്രോൺസും ഉണ്ട്. എന്താണ് മക്കളെ എക്സോൺസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു എക്സോൺസ് ആണ് എക്സ്പ്രസിംഗ് സീക്വൻസസ്, എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ളവർ. ഓക്കെ, എന്താണ് ഇൻട്രോൺസ് എന്ന് പറഞ്ഞാൽ? ഇന്റർവൈനിങ് സീക്വൻസസ്, ഇടയ്ക്ക് കയറിയിരിക്കുന്നവന്മാർ. മനസ്സിലായോ? എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ളവന്മാർക്ക് ഇടയ്ക്ക് കയറിയിരിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻട്രോൺസ് എന്ന് വിളിക്കുക. നിങ്ങൾ ഈ ഫിഗർ ഒന്ന് നോക്കിക്കേ, ഇവിടെ നമുക്കറിയാം ദിസ് വൺ ഈസ് ഇൻട്രോൺ. ഇതാണ് ഇൻട്രോൺ എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെയാണ് ലൈറ്റ് ബ്ലൂ കളറാണ് ഇൻട്രോൺ എന്ന് പറയുന്നത്. മറ്റേതാണ്? ദിസ് ഈസ് എക്സോൺ അല്ലെ. നമുക്ക് ആരെ മാത്രം മതി? നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ളവരെ മാത്രം മതി. ഓക്കെ, അപ്പൊ യൂക്യാരിയോട്സിൽ നിങ്ങൾ നോക്കിക്കേ, യൂക്യാരിയോട്സിൽ ഒരു ജീനിൽ നിന്നും ട്രാൻസ്ക്രിപ്ഷൻ വഴിയായിട്ട് ഒരു RNA ഉണ്ടാകുന്നത് mRNA അല്ല, പിന്നെന്താണ്? ഇങ്ങനെ ഹെട്രോജീനസ് ആയിട്ടിരിക്കുന്ന HNRNA എന്ന് പറയുന്ന RNA. എന്താണ് HNRNA എന്ന് പറഞ്ഞാൽ? ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA അല്ലെ. എന്താണ് ഹെട്രോജീനസ് എന്ന് പറഞ്ഞാൽ? രണ്ട് തരത്തിലുള്ള RNA കാണുന്നു. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം അല്ലെ. ഇപ്പൊ എക്സോൺസ് മാത്രം ഉണ്ടായിരുന്നു, നമുക്ക് എന്ത് വിളിക്കായിരുന്നു? ഹോമോജീനസ് എന്ന് വിളിക്കായിരുന്നു. ഇവിടെ എക്സോൺസ് മാത്രമല്ല, മറിച്ച് പിന്നെ ആരുമുണ്ട്? ഇൻട്രോൺസും ഉണ്ട് അല്ലെ. ഇപ്പൊ എക്സോൺസും ഇൻട്രോൺസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പേര് വിളിക്കേണ്ടി വരും? ഹെട്രോജീനസ് എന്ന് വിളിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA, ന്യൂക്ലിയസിൽ മാത്രം കാണുന്ന RNA അത് ഇമീഡിയറ്റ് ആയിട്ട് എന്തായിട്ട് മാറും? mRNA ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? mRNA ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ HNRNAക്ക് ഒരിക്കലും ന്യൂക്ലിയസിന് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA. ഹെട്രോജീനസ് ആയിട്ട് ന്യൂക്ലിയസിനകത്ത് മാത്രം കാണുന്ന RNA, അതാണ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA. ഇത് mRNAയുടെ
പ്രിക്കർസർ ആണ്. ഓക്കെ, എന്താണ് പ്രിക്കർസർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് എന്ത് ഉണ്ടാകേണ്ടത്, ഈ പറയുന്ന mRNA ആണ്. പുട്ടുപൊടി ഈസ് ദ പ്രിക്കർസർ ഓഫ് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഉണ്ടാക്കാൻ എന്ത് വേണം, പുട്ടുപൊടി വേണം എന്ന് പറഞ്ഞ പോലെ mRNA HNRNA ഈസ് ദ പ്രിക്കർസർ ഓഫ് mRNA എന്ന് പറഞ്ഞാൽ mRNA ഉണ്ടാവണമെങ്കിൽ ആര് വേണം, HNRNA വേണം. മനസ്സിലായോ? അപ്പൊ ആ HNRNA എന്ന് പറയുന്നത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് നമ്മൾ വിളിക്കും. പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണ്, അതുപോലെ തന്നെ നോൺ ഫങ്ഷണൽ ആണ്. കാരണം എന്താ, HNRNA വിചാരിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാക്കാൻ പറ്റത്തില്ല, പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം HNRNAയുടെ കയ്യിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിവുള്ള എക്സോൺസ് ഉണ്ടെങ്കിലും എക്സ്പ്രസ് ചെയ്യാൻ കഴിവില്ലാത്ത ആര് കയറി ഇരിപ്പുണ്ട്, ഇൻട്രോൺസ് കയറി ഇരിപ്പുണ്ട്. അപ്പൊ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ട് നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്, HNRNA. എന്താണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ, ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായിട്ട് ആദ്യം ഉണ്ടാകും, അതാണ് HNRNA എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കിക്കേ, അടുത്തത് നമ്മൾ ഇവിടെ HNRNA എന്തായിട്ട് മാറണം, mRNA ആയിട്ട് മാറണം. HNRNA mRNA ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് എന്ത് കളയണം, ഇൻട്രോൺസ് കളയണം. മനസ്സിലായോ? ഇൻട്രോൺസിനെ കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോട്ടീൻ കോംപ്ലക്സ് വേണം. ഓക്കെ, ആ പ്രോട്ടീൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്മോൾ ന്യൂക്ലിയർ RNA ആണ്. സ്മോൾ ന്യൂക്ലിയർ RNAയും ഓക്കെ, അതുപോലെ തന്നെ ചില പ്രോട്ടീൻസും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ഓക്കെ, എന്താണ് സ്മോൾ ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ SNRNA ഓക്കെ പ്ലസ് പ്രോട്ടീൻസ്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം, SNRNA പ്ലസ് പ്രോട്ടീൻ, SNRPS. ഓക്കെ, അതിനെ പിന്നെ നമ്മൾ എന്താക്കി മാറ്റി, സ്നപ്സ് ആക്കി മാറ്റി, SNURPS സ്നപ്സ്. ഓക്കെ, അപ്പോൾ സ്മോൾ ന്യൂക്ലിയർ RNAയും പ്രോട്ടീൻസും കൂടെ ചേരുന്ന സ്നപ്സ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്. ദിസ് സ്നപ്സ് വിൽ കം ആൻഡ് ബൈൻഡ് ടു എന്താണ്, ഇൻട്രോൺ. സ്നപ്സ് ഇൻട്രോൺസിലേക്ക് വന്ന് ബൈൻഡ് ചെയ്ത് ഒരു ഇറിവേഴ്സിബിൾ കോംപ്ലക്സ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ സ്നപ്സ് പ്ലസ് എന്താണ്, ഇൻട്രോൺ. സ്നപ്സും ഇൻട്രോൺസും കൂടെ ചേരുന്ന ഈ ഒരു കോംപ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്ലൈസിയോസോം എന്ന് വിളിക്കും. സ്പ്ലൈസിയോസോം. ഓക്കെ, സ്നപ്സ് പ്ലസ് ഇൻട്രോൺസ് ഫോംസ് സ്പ്ലൈസിയോസോം. ഓക്കെ, എന്നിട്ട് ഈ സ്പ്ലൈസിയോസോം എവിടുന്ന് സെപ്പറേറ്റഡ് ആവും, ഈ പറയുന്ന HNRNAയിൽ നിന്ന് സെപ്പറേറ്റഡ് ആവും. സ്പ്ലൈസിയോസോം പോകുമ്പോൾ ആരും കൂട്ടത്തിൽ പോകും, ഇൻട്രോൺസും കൂട്ടത്തിൽ പോകും. മനസ്സിലായോ, ക്ലിയർ ആയോ? അപ്പോൾ പിന്നെ ആര് മാത്രമേ ഉള്ളൂ, എക്സോൺസ് മാത്രം. നോക്കിക്കേ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് പറയാം, ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, mRNA മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ ദ റിമൂവൽ ഓഫ് എന്താണ്, ഇൻട്രോൺസ് അല്ലെ. ഇൻട്രോൺസ് റിമൂവ് ചെയ്ത് പിന്നെ ആര് മാത്രമുള്ള സ്ട്രക്ചർ ആയിട്ട് മാറും, എക്സോൺസ് മാത്രമുള്ള സ്ട്രക്ചർ ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, സ്പ്ലൈസിംഗ് എന്ന് വിളിക്കുക. അതിന് സഹായിക്കുന്ന സ്ട്രക്ചർ ആണ് സ്പ്ലൈസിയോസോം. സ്പ്ലൈസിയോസോം ഈസ് ഫോംഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്നപ്സ് പ്ലസ് ഇൻട്രോൺസ് അല്ലെ. സ്നപ്സ് എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ ന്യൂക്ലിയർ RNA കമ്പൈൻസ് വിത്ത് പ്രോട്ടീൻസ് ടു ഫോം സ്നപ്സ്. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് ഉത്തരം വളരെ ലളിതമാണ്. ഈ മൊത്തം പ്രോസസ്സിനെ കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്ലൈസിംഗ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, അടുത്ത കോൺസെപ്റ്റിലേക്ക് നമുക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്സിലെ ജീൻ എക്സ്പ്രഷന്റെ റെഗുലേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുക. അതായത് നമുക്ക് ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു DNA അല്ലെങ്കിൽ ഒരു ജീൻ. ഓക്കെ, ഒരു ജീനിൽ നിന്നും എന്തുണ്ടാകുന്നു, mRNA ഉണ്ടാകുന്നു. ആ mRNA എന്തായിട്ട് മാറുന്നു, mRNA പ്രോട്ടീൻസ് ആയിട്ട് മാറും. ഓക്കെ, ജീനിൽ നിന്ന് mRNA ഉണ്ടെന്ന പ്രോസസ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നു, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നു. ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, mRNA പ്രോട്ടീൻ ആയിട്ട് മാറുന്ന പ്രോസസ് നമുക്ക് എന്ത് വിളിക്കാം, ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ജീനിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്, ജീൻ അതിന്റെ തനി സ്വഭാവം കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ജീൻ എക്സ്പ്രഷൻ എന്ന് വിളിക്കാം അല്ലെ. അപ്പോൾ ആ ജീൻ എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത് യൂക്കാരിയോട്സിലും പറ്റും, പ്രോകാരിയോട്സിലും പറ്റും. നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എവിടുത്തെയാണ്, യൂക്കാരിയോട്സിലേതാണ്. യൂക്കാരിയോട്സിൽ നമ്മൾ ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ടത്, യൂക്കാരിയോട്സിൽ ഒരു മൾട്ടിപ്പിൾ ലെവൽ ഓഫ് എന്താണ്, കൺട്രോൾ ആണ്. മൾട്ടിപ്പിൾ ലെവൽ ഓഫ് കൺട്രോൾ. ഓക്കെ, മൾട്ടിപ്പിൾ ലെവൽ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിൽ നമുക്ക് ആരെ കൺട്രോൾ ചെയ്യാം, ജീൻ എക്സ്പ്രഷൻ കൺട്രോൾ ചെയ്യാം. അതായത് പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിൽ വെച്ച് ജീൻ എന്തായിട്ട് മാറുന്നു നമുക്ക് തടയാം, പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നു നമുക്ക് തടയാം. മനസ്സിലായോ? അതിൽ ഒന്നാമത് നമുക്ക് നോക്കാം, ഒരു യൂക്കാരിയോട്ടിൽ ജീൻ. ഓക്കെ, ഒരു ജീന്, ആ ജീൻ ആദ്യം ഉണ്ടാക്കുന്നത് എന്തായിരിക്കും നമ്മൾ പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷന്റെ ഫലമായിട്ട് ആദ്യം ഉണ്ടാക്കുന്നത് എന്താണെന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നല്ലോ. mRNA ആണോ ഉണ്ടാക്കുന്നത്, HNRNA ആണോ ഉണ്ടാക്കുന്നത്, HNRNA ആണ് ഉണ്ടാക്കുന്നത് അല്ലെ, HNRNA. അപ്പൊ നമുക്ക് ആ പ്രോസസ്സിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ. രണ്ടാമത് HNRNA വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു mRNA. HNRNA എന്തായിട്ട് മാറും, mRNA ആയിട്ട് മാറും. ആ പ്രോസസ്സിനെ നമുക്ക് എന്ത് പേര് വിളിക്കാം, mRNA പ്രോസസ്സിംഗ് എന്ന് വിളിക്കാം. mRNA പ്രോസസ്സിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് ഒരു യൂക്കാരിയോട്ടിക് സെല്ലിന്റെ എവിടെയാണ് മക്കളെ, ഒരു യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ന്യൂക്ലിയസിലാണ്. ക്ലിയർ ആയോ?
ആ ന്യൂക്ലിയസിൽ നിന്നും mRNA നേരെ എങ്ങോട്ട് ഇറങ്ങും? mRNA നേരെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇറങ്ങും. കാരണം എന്താ? കാരണം പ്രോട്ടീൻ ഉണ്ടാക്കാൻ പോകുന്ന എന്താണ് സെൽ ഓർഗനലായിട്ടുള്ള റൈബോസോംസ് ഇരിക്കുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. അപ്പൊ mRNA ഉണ്ടായി ന്യൂക്ലിയസിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ mRNA പ്രോട്ടീനായിട്ട് മാറുമോ? ഇല്ല. അതെങ്ങോട്ട് വരണം? സൈറ്റോപ്ലാസത്തിലേക്ക് വരണം അല്ലെ? അങ്ങനെ നോക്കിയ മക്കളെ, ആ mRNA എങ്ങോട്ട് വരുന്നു? ആ mRNA സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു അല്ലെ? സൈറ്റോപ്ലാസത്തിൽ വെച്ച് ആ mRNA എന്തായിട്ട് മാറുന്നു? ദാറ്റ് mRNA വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ നോക്കാം. ന്യൂക്ലിയസിൽ നിന്നും mRNA പുറത്തേക്ക് വരും. ദാറ്റ് ഈസ് ദ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. അത് നമ്മൾ ഒറ്റ വേർഡിൽ നമുക്ക് പറയാം. എന്താണ്? ന്യൂക്ലിയർ എക്സ്പോർട്ട് ഓഫ് mRNA എന്ന് വിളിക്കാം. ന്യൂക്ലിയർ എക്സ്പോർട്ട് ഓഫ് mRNA. ന്യൂക്ലിയർ എക്സ്പോർട്ട് ഓഫ് mRNA. ഓക്കെ, അടുത്ത ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ സ്റ്റെപ്പ് ട്രാൻസ്ലേഷൻ. അതായത് mRNA എന്തായിട്ട് മാറുന്നു? പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഈ 4 ലെവൽ നമുക്ക് എവിടെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും? 4 ലെവലും കൺട്രോൾ ചെയ്യാം. ഉദാഹരണത്തിന് ഒരു ജീൻ പ്രോട്ടീനായിട്ട് മാറുന്നത് തടയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തടയാം? ട്രാൻസ്ക്രിപ്ഷൻ തടയാം. മനസ്സിലായോ? ട്രാൻസ്ക്രിപ്ഷൻ തടയുക എന്ന് പറയുന്നത് എന്താ? ഒരു ജീനിനകത്തിരിക്കുന്ന ഇൻഫർമേഷൻ HNRNA ആയിട്ട് മാറുന്നു, പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആയിട്ട് മാറുന്നു നമ്മൾ തടയാം. HNRNA ഉണ്ടാവാതെ എന്തുണ്ടാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞു? mRNA ഉണ്ടാവത്തില്ല അല്ലെ? അതങ്ങ് തടയാം. ഓക്കെ, ഇനി നമ്മൾ തടയാൻ ചെന്നപ്പോഴത്തേന് HNRNA ഉണ്ടായിപ്പോയി എന്നങ്ങ് വിചാരിക്കാം. ഓക്കെ, മനസ്സിലായോ? പിന്നെ നമുക്ക് എന്ത് തടയാം? ആ HNRNA mRNA ആയിട്ട് മാറുന്ന തടയാം. കാരണം HNRNA ആയി എന്ന് കരുതി mRNA അല്ലെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. കാരണം HNRNA എന്ന് പറയുന്നത് നോൺ ഫങ്ഷണൽ ആണല്ലോ. അപ്പം ആ നോൺ ഫങ്ഷണാലിറ്റി നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് HNRNA അവിടെ വെച്ച് തടയാമായിരുന്നു. ഓക്കെ, തടയാം. HNRNA എന്തായിട്ട് മാറുന്ന തടയാം? mRNA ആയിട്ട് തടയാം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? mRNA പ്രോസസ്സിംഗ് എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രിപ്ഷൻ തടയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? mRNA പ്രോസസ്സിംഗ് തടയാം. മനസ്സിലായോ? ഇനി നമ്മൾ ചെല്ലുമ്പോഴത്തേന് mRNA അങ്ങ് ഉണ്ടായിപ്പോയി എന്ന് വിചാരിക്കാം. നമ്മൾ തടയാൻ ചെല്ലുവാണ്, തടയാൻ ചെന്നപ്പോഴത്തേന് എന്തുണ്ടായിപ്പോയി? mRNA അങ്ങ് ഉണ്ടായിപ്പോയി. മനസ്സിലായോ? ഇനിയിപ്പോൾ നമുക്ക് എന്താ വഴി? ഈ mRNA പ്രോട്ടീനായിട്ട് മാറുന്ന തടയണമെങ്കിൽ ഇവന്മാരെ എവിടുന്ന് പുറത്തോട്ട് ഇറക്കാൻ പാടില്ല? ന്യൂക്ലിയസിൽ നിന്ന് പുറത്തോട്ട് ഇറക്കരുത്. കാരണം എന്താ? ന്യൂക്ലിയസിൽ നിന്ന് പുറത്തോട്ട് വന്നെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ എത്തിയെങ്കിൽ മാത്രമേ ഇവന്മാർ എന്തായിട്ട് മാറത്തുള്ളൂ? പ്രോട്ടീൻസ് ആയിട്ട് മാറത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് എന്ത് തടയാം? mRNA സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നത് തടയാം. അതാണ് ന്യൂക്ലിയർ എക്സ്പോർട്ട് ഓഫ് mRNA അല്ലെങ്കിൽ മൂവ്മെന്റ് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. അതും തടയാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഈ 3 ലെവൽ വെച്ച് തടയാം. ഇനി 4ാമത്തെ ലെവൽ നോക്കിക്കേ. 4ാമത്തെ ലെവലാണ് ട്രാൻസ്ലേഷൻ അല്ലെ? ഇനി എങ്ങാനും mRNA എവിടെ എത്തിപ്പോയി എന്ന് വിചാരിക്കുക? സൈറ്റോപ്ലാസത്തിൽ എത്തിപ്പോയി എന്ന് വിചാരിക്കുക. സൈറ്റോപ്ലാസത്തിൽ എത്തി എന്ന് കരുതി mRNA പ്രോട്ടീനായിട്ട് മാറോ? ഇല്ല. അതിന് ആര് വരണം? റൈബോസോംസ് വന്ന് ഇത് റീഡ് ചെയ്ത് നോക്കി ട്രാൻസ്ലേഷൻ നടത്തിയിട്ടാണ് അതിനെ എന്താക്കി മാറ്റുക? പ്രോട്ടീൻസ് ആക്കി മാറ്റുക അല്ലെ? അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച മക്കളെ, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് നടക്കണം? ട്രാൻസ്ലേഷൻ നടത്തണം അല്ലെ? അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതും തടയാം. മനസ്സിലായോ? അപ്പൊ 4ാമത്തെ ലെവൽ നമുക്ക് തടയാൻ പറ്റുന്ന പ്രോസസ് ഏതാണ്? ട്രാൻസ്ലേഷൻ. അപ്പൊ എത്ര കാര്യങ്ങൾ തടയാം? 1 ട്രാൻസ്ക്രിപ്ഷൻ തടയാം, 2 mRNA പ്രോസസ്സിംഗ് തടയാം, 3ാമത്തേത് ന്യൂക്ലിയർ എക്സ്പോർട്ട് ഓഫ് mRNA ലെവൽ തടയാം, 4ാമത്തേത് ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ അവസാന ട്രാൻസ്ലേഷൻ തടയാം. ഇത് 4ഉം തടയാൻ പറ്റിയില്ലെങ്കിലോ? ഇത് 4ഉം തടയാൻ പറ്റിയില്ലെങ്കിൽ പ്രോട്ടീൻ ആയിട്ട് മാറി എന്നങ്ങ് വിചാരിക്കുക. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കുക, ഇതാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ യൂക്യാരിയോട്സ്. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്നാലും അറിഞ്ഞിരിക്കുക, പ്രോക്യാരിയോട്സിൽ ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. പ്രോക്യാരിയോട്സിൽ ഒറ്റ ലെവൽ ഓഫ് റെഗുലേഷനേ ഉള്ളൂ. അത് ഏത് ലെവലാണ്? ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ. പ്രോക്യാരിയോട്സിൽ ഓൺലി സിംഗിൾ ലെവൽ ഓഫ് കൺട്രോൾ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ആണ് നടക്കുന്നത്. അത് ഏത് ലെവലിലാണ്? ട്രാൻസ്ക്രിപ്ഷൻ ലെവലിലാണ്. ക്ലിയർ ആയില്ലേ മക്കളെ? മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഹോപ്പ് യു എൻജോയ്ഡ് മൈ ക്ലാസ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു.